ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MSS വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നാണിത്. ഇന്ന് വേറെ ഒന്നല്ല കേട്ടോ, രാവിലത്തെ വ്ളോഗ് ഇട്ടപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണെന്ന്. അപ്പോൾ ഇന്നാണ് വിഷു, നാളെയാണ് വിഷു. അപ്പോൾ ഇന്ന് പറയുന്നത് ചെറുതായിട്ടൊരു പടക്കം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെ പടക്കം വാങ്ങിച്ചത് കാണുന്നത് ഇത്രയും സാധനങ്ങൾ കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് മറ്റേ ഇതാണ്, ഓലപ്പടക്കമാണ്. ഇത് പിന്നെ എന്തൊക്കെ മേശപ്പൂ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കാണിച്ചെടുത്തുള്ളത്. പിന്നെ ഇത് കമ്പിത്തിരി അപ്പോൾ ഇതൊക്കെയാണ് കാണിച്ചെടുത്തുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം ഇവിടെ പരിപാടികൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ചതപ്പര് വന്നിട്ടുണ്ട്, സോനുണ്ട്, ഇവിടുത്തെ ഷേമുണ്ട്, ഇവിടെ മനുഷ്യണ്ട്, നിച്ചപ്പുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ അപ്പുറത്ത് കുറേ വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഉണ്ട് പിന്നെ ആശുദ്ധ അവിടെ നിൽക്കുന്നുണ്ട്. ജില്ലിലാണത്. അതെന്താണ്? അത് കുഞ്ഞു റോക്കറ്റാണ്, കുഞ്ഞു സാധനം. അങ്ങനെ തന്നെ ഞങ്ങളെല്ലാവരും ഇതൊക്കെ കണ്ടോ, പൂത്തി ഇങ്ങനെ പിടിച്ച് കത്തിക്കാട്ടോ ഗൈസ്. ഇത് കഴിയണില്ല, ഇത് കഴിയണില്ല. ആ കൈ അപ്പം ഞാൻ എന്താ അപ്പോൾ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ കയറിയപ്പോഴാണ് അമ്മയും മേഘ ചേച്ചി ഇതവിടെ വിഷുക്കണിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. കുറേ പകുതിമുക്കാലും സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എടുത്തത് കണിക്കൊന്ന അങ്ങനത്തെ കുറേ ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആ മുകളിലൊക്കെ തൂക്കാനുള്ളതാണ്. അപ്പോൾ ഇത് തൂക്കിയിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടെ എന്തൊക്കെയൊക്കെ വാൽക്കണ്ണാടി അങ്ങനെ എന്തൊക്കെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ കണ്ണിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വിഷയമായിട്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഒക്കെ സെറ്റാക്കി. പക്ഷേ അവിടെ നിന്നപ്പോഴേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതാണ് കേട്ടോ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തറവാട്ടിലേക്ക് പോകുന്നു കേട്ടോ. അവിടെ നിന്ന് രാവിലെ തന്നെ ഞങ്ങൾ പോയപ്പോൾ അച്ഛമ്മേൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാപ്പൻ്റെ കയ്യിൽ നിന്നും കിട്ടി കേട്ടോ. ഇനി അച്ഛൻ്റെ കയ്യിൽ നിന്ന് അമ്മേൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഉച്ചയ്ക്കൊക്കെ ശേഷം ആകുമ്പോഴത്തേക്കിനും എൻ്റെ അമ്മായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്കിന്ന് വിഷു ആയിട്ട് എന്തൊക്കെ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഇവിടുന്ന് തുടങ്ങാം കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓലനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് മത്തനും പയറാണ് കേട്ടോ. ഇതാ ഇതെന്ന് പറയുന്നത് നല്ല മാങ്ങച്ചാറാണ് കേട്ടോ. കണ്ടോ, നല്ല മാങ്ങച്ചാറാണ്, നല്ല പച്ചമാങ്ങച്ചാർ. ഇതെന്ന് പറയുന്നത് മസാലക്കറിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇതെന്ന് പറയുന്നത് പയറും മറ്റേ കായം വെച്ചുള്ള ഉപ്പേരിയാണ്. പിന്നെ
ഇതെന്ന് പറയണത് രസമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് രസം. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല. പിന്നെ എന്താ സാമ്പാറുണ്ട്, ചോറുണ്ട്, പിന്നെ ഇതാ ഇവിടെ ഒരു കരിമീനുണ്ട്, അവിയലുണ്ട്, പപ്പടമുണ്ട്, പിന്നെ മെയിനായിട്ട് പാലട പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണിന്ന് വിഷുവിന് അമ്മ ഉണ്ടാക്കിയ സദ്യ. അപ്പോൾ കുറച്ച് പടക്കം ഇന്നലെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. ഇന്നാണല്ലോ വിഷു. അപ്പോൾ ഇന്നലെ പൊട്ടിച്ചപ്പോൾ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കത്തിക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പുറത്ത് നല്ല അടിപൊളി പടക്കം പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്താ വിചാരിച്ച് ഇതൊക്കെ പൊട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്നിട്ട് കമ്പിക്കിന് വന്നിട്ട് സാധനം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയൊക്കെ കാട്ടുന്നുണ്ട്. കെട്ടുപോയി. അപ്പോൾ ഗൈസ് ഞാനും കത്തിക്കട്ടേക്കും. ഓള് വെച്ചപ്പോഴേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനും കത്തിക്കാം ഗൈസ്. കണ്ടോ അപ്പുറത്തേത് നല്ല ഷോർട്സുകളൊക്കെ ഇങ്ങനെ പൊട്ടുന്ന ശബ്ദം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാ പിന്നെ മേഘച്ചേച്ചിക്ക് കൊടുക്കാണ്. അവളെന്തോ കത്തിക്കുന്നുണ്ട് ഗൈസ്, എന്തോ സാധനം. എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. ചക്രാണ് ഗൈസ്. ഇതിന് മുന്നേ ഞങ്ങൾ ചക്രം കത്തിച്ചപ്പോൾ ഗൈസ് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഞാൻ കത്തിക്കാൻ പോയി, കത്തിച്ച് വന്നപ്പോൾ നേരെ പൊട്ടിത്തെറിക്കൽ ഇവിടെയാണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പേടിച്ച് വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അടുത്തത് ഇതാ ഇപ്പം അടുത്ത പഠിക്കുന്നത് ഇതേപോലത്തെ സാധനം കേട്ടോ. ഇത് ഇന്നലെ അച്ഛൻ വാങ്ങിയതാണ്. നല്ല രസമുണ്ട്. ഇതെന്തോ പമ്പരം പോലെ കറക്കുന്നതാണ്. ഇവിടെ കത്തിച്ചാൽ എന്തോ പമ്പരം പോലെ കറക്കുന്നതാണ്. അപ്പം നമുക്കിത് കത്തിച്ചിട്ട് നോക്കി നോക്കാം. ഗൈസ് ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒരാൾ ചിരിച്ചുകൊണ്ട് കുത്തിരിക്കുന്നുണ്ട്. ഇതാ ഇതേപോലെ കളിച്ച് കാട്ടുന്നുണ്ട് ഗൈസ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളൊരു കുർത്തി പോലത്തെ സാധനമായിട്ട് ഇട്ടിട്ടുള്ളത്. ഭയങ്കര ഭംഗിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സ്. ഞാൻ ഓളുടെ ഡ്രസ്സായിട്ട് ഇട്ടിട്ടുള്ളത്. എനിക്ക് ഒരു പർപ്പിൾ ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളിത് വിഷുവൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ ഇന്നാണെങ്കിൽ നല്ല മഴയും പെയ്തിട്ടുണ്ട്. അതാണ് ഒന്നാമതായത്. ഞാൻ അറിഞ്ഞിട്ടും കൂടി ഇല്ല മഴ പെയ്തത്. കടന്നുറങ്ങി നീച്ചപ്പോൾ മഴ പെയ്തത്. അപ്പോഴത്തേക്കും ഉണ്ടാക്കി ഗൈസ്. ഇനി ഒരു ഗുണ്ടുണ്ട്. ഗുണ്ട് ഞങ്ങൾക്ക് പൊട്ടിക്കാൻ പേടിയായതുകൊണ്ട് എനിക്ക് ആ ശബ്ദം തന്നെ കേട്ടിക്കാൻ ഞാൻ ഈ പരിസരത്ത് ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് കണ്ടു കുറേ ഓലപ്പടക്കം ഉണ്ട് കേട്ടോ. അതിനുള്ളിൽ കുറേ ഉണ്ട്. ഇന്നലെ അച്ഛൻ ആവശ്യമില്ലാതെ കുറച്ചും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി മറ്റൊരു വീഡിയോ തരും. ഇറ്റ്സ് മീ ഷിക.